ഇനി മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. നമ്മൾ തിരുവനന്തപുരം വർക്കലയിൽ മദ്യലഹരിയിൽ സഹയാത്രികൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സ്ത്രീകുട്ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സയിൽ തുടരുകയാണ് ശ്രീകുട്ടി. ആരോഗ്യനില വിലയിരുത്താൻ CT സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾ തുടരുന്നുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. വിവരങ്ങളുമായി ഷിജോ കുര്യനാണ് ചേരുന്നത്. ഷിജോ, ശ്രീകുട്ടിയുടെ നില കുറച്ച് ദിവസങ്ങളായി വളരെ ഗുരുതരമായി തന്നെ തുടരുകയാണ്. മരുന്നുകളോടൊന്നും പ്രതികരിക്കുന്നില്ലേ? എന്താണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരൊക്കെ പറയുന്നത്? ദിവ്യ, സൈഫോ, ശ്രീകുട്ടീനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നൽകുന്നുണ്ട്. 24 മണിക്കൂറും വിവിധ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാരുടെ ഒരു സംഘം ശ്രീകുട്ടിയെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. അപ്പോഴും ഒരു നിരാശയുണ്ടാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരാഴ്ച എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരാഴ്ചയായിട്ടും ഇത്രയുമധികം ചികിത്സ നൽകിയിട്ടും ഡോക്ടർമാർ പ്രതീക്ഷിച്ച ഒരു ഉണർവിലേക്ക് ശ്രീകുട്ടിയുടെ ആരോഗ്യനില വന്നിട്ടില്ല. കാരണം ഒരു പ്രതീക്ഷിച്ച ഉണർവിലേക്ക് വരുന്നില്ല എന്നുള്ളത് ഒരു നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതിന് ദീർഘനാൾ സമയമെടുക്കും. കുറേയധികം സമയമെടുത്താൽ മാത്രമേ ശ്രീകുട്ടി ജീവിതത്തിലേക്ക് തിരികെ വരികയുള്ളൂ എന്നുള്ളത് ഡോക്ടർമാർ കൂടി പറയുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം DIG അജിത ബീഗം അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി ശ്രീകുട്ടിയെ കണ്ടിരുന്നു. നമുക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വിവരം എന്ന് പറയുന്നത് ശ്രീകുട്ടി ഇടയ്ക്ക് കോൺഷ്യസ് ആകുമ്പോൾ വല്ലാതെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കിട്ടിയിരുന്നു. കാരണം ഇപ്പോഴും ഒരു സാധാരണ നിലയിലേക്ക് അല്ലെങ്കിൽ അബോധ മനസ്സിൽ നിൽക്കുകയാണ്. ഉണ്ടായ ഇൻസിഡന്റിന്റെ ആ ഒരു ഷോക്കിൽ നിൽക്കുകയാണ് ശ്രീകുട്ടി. അപ്പോൾ പൂർണ്ണമായിട്ട് അതിലേക്ക് വന്നിട്ടില്ല. മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്നത് വളരെ കുറവാണ്. ചില സമയത്ത് അല്ലാതെ അങ്ങ് ദേഷ്യപ്പെടുന്ന രീതിയിലേക്ക് ശ്രീകുട്ടിയുടെ ഒരു സ്വഭാവം പോകുന്നുണ്ട് എന്നുള്ള ചില വിവരങ്ങളൊക്കെ വന്നിരുന്നു. എന്തായാലും ശ്രീകുട്ടിക്ക് വേണ്ട എല്ലാ ചികിത്സയും ആശുപത്രി അധികൃതർ നൽകുന്നുണ്ട്. നിലവിൽ ശരീരത്തിന്റെ പുറത്ത് പ്രകടമായിട്ടുള്ള മുറിവുകളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതിൽ ഗുരുതരമായിട്ടുള്ള മുറിവുകളൊന്നും തന്നെ ഇല്ല. തലയിലേറ്റ ക്ഷതം അത് ഗുരുതരമുള്ളതാണ്, ഗുരുതര സ്വഭാവമുള്ളതാണ്. അവിടെ ഒരു നീർക്കെട്ടുണ്ട്. ആ നീർക്കെട്ട് കുറയണം. അതോടൊപ്പം തന്നെ തലയ്ക്കേറ്റ ക്ഷതം, ഈ രക്തം കട്ട പിടിച്ചിരിക്കുന്നത്, രക്തം കുറയാൻ, അത് അലിഞ്ഞ് പോകാൻ കുറച്ച് സമയമെടുക്കും. ആ ചികിത്സ കൃത്യമായിട്ട് ന്യൂറോ വിഭാഗത്തിൽ നിന്നൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശ്രീകുട്ടിയുടെ ആന്തരികമായിട്ട് മറ്റെവിടെയെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതായത് മറ്റ് ഈ പറയുന്ന ആന്തരിക രക്തസ്രാവം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആദ്യഘട്ടത്തിൽ അത് ഉണ്ടായിരുന്നില്ല. ആ CT ഒക്കെ എടുത്തതാണ്. പിന്നീട് വീണ്ടും ഇന്നിപ്പോൾ CT ആൻജിയോഗ്രാം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ കൂടി ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആന്തരികമായിട്ട് ശ്രീകുട്ടിക്ക് മറ്റെന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ എങ്ങനെയാണോ ശ്രീകുട്ടീനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതേ രീതിയിൽ തന്നെ തുടരുകയാണ്. നില ഗുരുതരമാണ്. എന്തായാലും കുറേ നാൾ സമയമെടുക്കും ഈ ചികിത്സയുടെ ഭാഗമായി എന്നുള്ള കാര്യമാണ് ഡോക്ടർമാർ പറയുന്നത്. എല്ലാ ചികിത്സയും ശ്രീകുട്ടിയെ പൊതുജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ട സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ശ്രീകുട്ടിക്ക് നൽകുന്നുണ്ട്. ദിവ്യ, സേഫ്. ഒപ്പം തന്നെ ഷിജോ, ഈ അക്രമത്തിനിടെ ഈ അക്രമിയെ തടയാൻ ശ്രമിക്കുകയും ഒപ്പം ഈ അർച്ചനയെ, കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ആ ഒരു രക്ഷകനെ തേടുന്നുണ്ടായിരുന്നു റെയിൽവേയും പോലീസും ഒക്കെ. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു ചിത്രമൊക്കെ, CCTV ചിത്രമൊക്കെ പുറത്ത് വിട്ടിരുന്നു. അപ്പോൾ രക്ഷകന് വേണ്ടിയുള്ള അന്വേഷണം എവിടെ എത്തി? അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുമോ വേഗം? സൈഫു, നമ്മളും ഈ വാർത്തയിലൂടെ പറയുന്ന കാര്യങ്ങൾ, ഈ വാർത്ത അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ എവിടെയായിരുന്നാലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ എവിടെയും ബന്ധപ്പെടണമെന്ന് നമ്മൾ കൂടി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം എല്ലാ മാധ്യമങ്ങളുടെയും അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരടക്കം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ ഇന്നലെ മുതൽ വാർത്തകൾ നൽകുന്നുണ്ട്. എന്തായാലും റെയിൽവേ പോലീസും കേരള പോലീസിന്റെയും ഒക്കെ സഹായത്തോടു കൂടി ശ്രീകുട്ടിയെ ട്രെയിനിൽ തള്ളിയിട്ട അക്രമിയെ കീഴ്പ്പെടുത്തിയത് കൂടി അദ്ദേഹമാണ്. അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം ഊർജിതമായിട്ട് നടത്തുകയാണ്. പൊതുജനങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ കണ്ടാൽ, എവിടെയായിരുന്നാലും കണ്ടാൽ, ഒരു ഫോൺ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം. അദ്ദേഹത്തെ കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മൊഴി ഏറ്റവും നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന പ്രതി സുരേഷ് കോട്ടയത്തെ ഒരു ബാറിൽ നിന്ന് മദ്യപിച്ചിട്ട് ട്രെയിനിലേക്ക് വന്ന് കയറുന്ന മദ്യപിക്കുന്ന ദൃശ്യങ്ങളടക്കം, CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ പറയുന്ന ക്രിമിനലിന്റെ മറ്റ് പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ട്രെയിനിൽ ഈ ആൾ മറ്റാരോടെങ്കിലും അസ്വാഭാവികമായിട്ട് പെരുമാറിയിട്ടുണ്ടോ, എന്തായിരുന്നു ഇതിന്റെ പ്രകോപനം, ഇയാൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ചെയ്തത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തണമെങ്കിൽ ഈ പറയുന്ന ശ്രീകുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളെ രക്ഷിച്ച ആൾ, അതോടൊപ്പം തന്നെ ഈ പ്രതിയെ കീഴ്പ്പെടുത്തിയ ആൾ, അദ്ദേഹത്തെ എത്രയും വേഗം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം എവിടെയായിരുന്നാലും എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടണമെന്നൊരു കാര്യം കൂടി നമുക്കും അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഊർജിതമായ ശ്രമം റെയിൽവേ പോലീസിന്റെയും കേരള പോലീസിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഊർജിതമായി തന്നെ നടക്കുകയാണ്. സൈഫു, ചിത്രമല്ലേ പുറത്തിറക്കിയിട്ടുള്ളത്, CCTVയിലെ ഒരു പടം വെച്ചിട്ട്. അതുകൊണ്ട് ഈ വാർത്ത ഈ രക്ഷകൻ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട രക്ഷക, അങ്ങ് ദയവേത് വേഗത്തിൽ പുറത്തു വരിക. കണ്ടെത്തുന്നത് മറ്റൊരു തരത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ മൊഴി വേണം. ഈ കേസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ റെയിൽവേ പോലീസിനും കേരള പോലീസിനും ഈ രക്ഷകന്റെ മൊഴി നിർണായകമാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ കൂടിയാണ് വിളിച്ചു വരുത്തുന്നത്. കാരണം ഒരു സ്തുത്യർഹമായ സേവനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആ സമയം ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം വന്നാൽ മാത്രമേ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനും
സുരേഷിനെ തിരിച്ചറിയാനും ഈ കേസ് ക്ലോസ് ചെയ്യാനും ഒക്കെ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വേഗത്തിൽ അങ്ങ് പുറത്തു വരൂ.